എൻ്റെ പേര് വൈ മോഹൻദാസ് എന്നാണ്. വീട്ടുപേര് പുതുപ്പറമ്പ് മഠം, അമ്പലപ്പുഴയാണ് വീട്. 1975 ആണ്ട് ജൂൺ മാസത്തിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ എഗൻസ്റ്റായിട്ട് തുടങ്ങിയ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായിട്ട് 1975 നവംബർ 20 ആലപ്പുഴ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലെ മുന്നിൽ ഞാനും എൻ്റെ കൂട്ടത്തിൽ വേറൊരു 10 പേരുണ്ടായിരുന്നു. ആലപ്പുഴ തോണ്ടംകുളങ്ങര ഭാഗത്തുള്ളവരും അമ്പലപ്പുഴ ഭാഗത്തുള്ളവരൊക്കെ ആയിട്ടൊരു 10 പേർ, മൊത്തം 11 പേര്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആലപ്പുഴയിലെ ആ സമയത്ത് താലൂക്ക് പ്രചാരകനായിരുന്ന ശിവദാസും കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ 11 പേരെ രാവിലെ ഒരു 9 മണിയോടെ അറസ്റ്റ് ചെയ്യുകയും ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. രാവിലെ മുതൽ ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ ചെന്ന മുതലുള്ള ഭീകരമായ മർദ്ദനം, ഒരു ഗ്രൂപ്പ് പോലീസുകാരും പിന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന SI, എൻ്റെ പേര് ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീനിവാസൻ എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം ചേർന്ന് ഭയങ്കരമായ മർദ്ദനമായിരുന്നു ദിവസം മുഴുവൻ. പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ ബാബു സെറിയാക്ക്, അവരും ഒരു കൂട്ടം പോലീസുകാരും ചെന്ന ദിവസം മുഴുവൻ മർദ്ദനവും വസ്ത്രമെല്ലാം അഴിപ്പിച്ച് വെച്ച് ലോക്കപ്പിൽ കയറ്റി മർദ്ദനം ഫുൾ ഡേ ഈവനിങ് ഏകദേശം രാത്രി വരെ മർദ്ദനമായിരുന്നു. ആഹാരം ഒരു തുള്ളി വെള്ളം പോലും തന്നിട്ടുണ്ടായിരുന്നില്ല അന്ന്. അടുത്ത ദിവസം രാവിലെയാണ് പിന്നെ കോടതിയിൽ ഹാജരാക്കിയത്. രാവിലെ ഇവർക്ക് കേസ് ഡയറിയോ വേറെ കുറ്റപത്രമൊന്നും സമർപ്പിക്കാനുണ്ടായിരുന്നതുകൊണ്ട് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരുന്ന ലക്ഷ്മണൻ, തലശ്ശേരിയോ മാഹിക്കാരനോ മറ്റോ ആണ് അദ്ദേഹം. അദ്ദേഹമാണെന്ന് ഞങ്ങളെ വെറുതെ അന്ന് തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞിട്ട് അന്ന് തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. 20 അദ്ദേഹം ഞങ്ങളെ റിമാൻഡ് ചെയ്തു 14 ദിവസത്തേക്ക്. 14 ദിവസം ആലപ്പുഴ സബ് ജയിലിൽ ആയിരുന്നു 14 ദിവസം. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ സുകുമാരപിള്ള, ഞങ്ങൾ 20 പോകുന്നു. അതിന് ഒരാഴ്ച മുൻപ് സമരം നടത്തി അറസ്റ്റിലായ സുകുമാരപിള്ള സാറിന്, അന്നത്തെ ആലപ്പുഴ സംഘചാലകായിരുന്ന സുകുമാരപിള്ള സാറിൻ്റെ ബാച്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ആ സമയത്ത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മങ്കമ്മിൽ നിന്നൊരു ബാച്ച് വന്നു, തുറവൂരിൽ നിന്നൊരു ബാച്ച് വന്നു. ആ സമയത്ത് അങ്ങനെ 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നത്. ആലപ്പുഴ ജയിലിൽ വെച്ച് കുറച്ച് മെഡിക്കൽ സഹായങ്ങൾ കിട്ടി. ആ മർദ്ദനത്തിൽ നിന്ന് എൻ്റെ ചെവി രണ്ടും പഴുപ്പെല്ലാം ഉണ്ടായി. പിന്നെ അതിന് ശേഷം ജയിലിൽ വെച്ച് ഒരു നാമമാത്രമായിട്ടൊരു കുറച്ച് ഗുളിക മറ്റും തന്നു. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ആ തൽക്കാലത്തെ വേദന മാറി എന്നുള്ളതല്ലാതെ അതിന് ശേഷം പിന്നെ ആലപ്പുഴ ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് പോയി, ENT സ്പെഷ്യലിൻ്റെ അടുത്ത് പോയി ചികിത്സ കഴിച്ചിട്ടാണ് ഏകദേശം ആ സമയത്തെ പ്രശ്നങ്ങളൊന്ന് മാറിക്കിട്ടിയത്. എന്നാലും കുറച്ച് മെമ്മറി ലോസ്, കുറച്ച് ഹിയറിംഗ് ലോസ് ആ സമയത്ത് ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയം മുതൽ ഉണ്ടായിട്ടുണ്ട്. ജയിലിന് ശേഷം നാട്ടിൽ പോയെങ്കിലും പിന്നീട് ഓരോ പ്രാവശ്യവും ഏതെങ്കിലും VIP സഞ്ജയ് ഗാന്ധി വരുമ്പോഴും, സഞ്ജയ് ഗാന്ധി കേരള സന്ദർശനത്തിന് വരുന്നു, രാഷ്ട്രപതി കേരള സന്ദർശനത്തിന് വരുന്ന സമയത്തേക്കാണ് അപ്പോഴും ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പോലീസ് ലോക്കപ്പിൽ 2 ദിവസം, അവരുടെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരെയുള്ള 2 ദിവസം, 2-3 ദിവസം പോലീസ് ലോക്കപ്പിൽ അങ്ങനെ ഒരു 3-4 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെയാണോ VIPs കേരളത്തിൽ വരുന്ന ആ സമയത്ത്, VIPs മീൻസ് സഞ്ജയ് ഗാന്ധി, രാഷ്ട്രപതി മുതലാളിയൊക്കെ, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഏതെങ്കിലും മന്ത്രി വരുന്ന സമയത്ത്, ഇങ്ങനെയുള്ള അനുഭവങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിരന്തരമായ പോലീസ് ശല്യമായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും എൻ്റെ അച്ഛൻ അവിടുത്തെ ഒരു വ്യാപാരിയാണ്, കൂടെ അവിടെ പോവുക, അന്വേഷിക്കുക, വേറെ എന്ത് പ്രവർത്തനമുണ്ട്, വേറെ എന്ത് പ്രവർത്തനം നടക്കുന്നു, കൂടുതൽ വാർണിങ്സ്, ഇങ്ങനെ കൂടുതൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. 76 ഞാൻ ഈ പിക്കറ്റിംഗ് സമരത്തിന് പോകുന്നതിന് പോയി ഒരു 2 ദിവസത്തിനുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു.
എയർ ഇന്ത്യയിൽ ഞാൻ ടെസ്റ്റ് പാസ്സായി ഒരു ഇൻ്റർവ്യൂവിന് പോകാനിരുന്നതാണ് മദ്രാസിൽ. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്, അതിന് പോകാൻ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ സമരത്തിൽ ചേർന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ജോലി അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ 76 ഏകദേശം നവംബർ മാസത്തിലാണ് പിന്നെ ഞാൻ ജോലി തേടി വീണ്ടും വെളിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. 76 വെളിയിൽ പോയതിന് ശേഷം പിന്നെ വലിയ ഉപദ്രവമൊന്നും എനിക്ക് ഉണ്ടായില്ലെങ്കിലും കുടുംബത്തിലെ കൂടുതൽ ഈ പോലീസ് അന്വേഷണങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. ഇതാണ്. പിന്നെ ഈ ഞങ്ങളെ വിട്ടതിൽ പിന്നെ കുറ്റപത്രമോ അല്ലെങ്കിൽ കേസ് ഡയറിയോ ഹാജരാകാത്ത കൊണ്ട് മജിസ്ട്രേറ്റ് ഞങ്ങളെ വെറുതെ വിട്ടെങ്കിലും വീണ്ടും അത് റിവിഷൻ പെറ്റീഷൻ സെഷൻസ് കോർട്ടിൽ ഹാജരാക്കി വീണ്ടും ആ കേസ് തുടർന്ന് നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ആ കേസ് ഞങ്ങൾ വീണ്ടും സെഷൻസ് കോടതിയിൽ അപ്പിയർ ചെയ്യുകയും ആ കേസ് നിലവിലായി. പിന്നെ അവസാനം 1977 അടിയന്തരാവസ്ഥ മാറിയതിന് ശേഷമാണ് ആ കേസിനൊരു അവസാനം വന്നത്. ആ കേസ് മൂലവും ഞങ്ങളിങ്ങനെ തുടരെ പോലീസ് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ സമയത്തെ എൻ്റെ അനുഭവങ്ങൾ. അതിനുശേഷം 1977 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പിന്നെ ആ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ആശ്വാസവും മാറ്റവും ഉണ്ടായത്.